ഗംഗ, ആന്റി പറയൂ ആന്റി. നമ്മളിന്ന് വേണ്ടപ്പെട്ട ഒരു സ്ഥലം വരെ പോകുന്നു. നീ കൂടി എന്റെ കൂടെ വരണം. എവിടെ പോകുന്നു? എവിടെയാണെന്ന് എന്നോടൊന്ന് പറയാതെ. എന്താ നീ ആലോചിക്കുന്നത്? നമ്മൾ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം എവിടെയാണെന്നാണോ നീ ആലോചിക്കുന്നത്? അതൊന്നല്ല ആന്റി. ആന്റി എവിടെ പോവാൻ വിളിച്ചാലും ഞാൻ വരും. ആവശ്യമുണ്ടായിട്ടാണല്ലോ എന്നെ വിളിക്കുന്നത്. ഗുഡ്. നീ എന്നെ മനസ്സിലാക്കി വരുന്നു. പോവാം. പോ ആന്റി. ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. ഓക്കെ? ആ ആന്റിയോ? കയറി വരൂ ആന്റി. ബാ ഇരിക്ക്. എന്തുണ്ട് വിശേഷം പ്രിയങ്കേ? നല്ലത് തന്നെ. അഖിലാണ്ടേശ്വരി എങ്ങനെ തോൽപ്പിക്കാമെന്ന ഒരേ ഒരു ചിന്തയും മനസ്സിലുള്ളൂ. അത് തന്നെ എന്റെയും തലവേദന. എനിക്കൊരു വിലയും കിട്ടുന്നില്ല തൃച്ചംബരത്ത്. ദേ ഇപ്പൊ പുരസ്കാരം കിട്ടിയതിന്റെ ഫംഗ്ഷൻ, പാർട്ടി, പൊതുജനത്തിന്റെ മുമ്പിൽ ആളാവാലോ. പ്രമാണിമാരെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് പാർട്ടിക്ക്. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട്. കാര്യം അഖിലയ്ക്ക് കിട്ടിയ പുരസ്കാരത്തിന്റെ പേരിലാണ് ഈ പാർട്ടിയെങ്കിലും ഇതിന്റെ പേരിൽ എന്തോ ഉണ്ട്. ഒരു അന്തർനാടകം നടക്കുന്നില്ലേന്നൊരു സംശയം. ഇങ്ങനൊരു പാർട്ടി വേണ്ടെന്ന് അഖില ആദ്യം പറഞ്ഞതാ. പക്ഷേ ആനന്ദിന്റെ ഒറ്റ നിർബന്ധമായിരുന്നു പാർട്ടി വെച്ചേ പറ്റൂന്ന്. അങ്ങനെ അവൻ നിർബന്ധിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കള്ളക്കളി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതില്ല. ഇതിലാ വേലക്കാരി കല്യാണിക്ക് നല്ല പങ്കുണ്ടെന്നായി എന്റെ സംശയം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു പാർട്ടിയൊന്നും ആനന്ദ് വെക്കില്ല. എന്തോ ആന്റി പറയുന്നത്? എന്റെ സംശയം തെറ്റാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനിൽ ഇട്ട് തന്നെ ഞാൻ അവളുടെ കഥ കഴിക്കും. നോക്കിക്കോ. അത് വേണം ആന്റി. ആദ്യം അവള് തീരണം. എന്നാലേ ആനന്ദിനെ തളർത്താൻ പറ്റും. ആന്റി ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. എന്തിനാ പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? ഇവിടെന്താ നിന്നെ കൊണ്ട് വന്നതെന്ന് ഓർക്കായിരിക്കും. ആന്റി ഒരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടണം. അതിനാ നിന്നെ കൊണ്ടുവന്നത്.
വാ, അകത്ത് പോയി കാണാം. വാ, കാറിന്നിറങ്ങ്. അയ്യോ പ്രിയങ്ക, പ്രിയങ്ക. അയ്യോ പ്രിയങ്ക, പ്രിയങ്ക വാ. അയ്യോ പ്രിയങ്ക. എന്താ എന്താ ആന്റി? അയ്യോ പ്രിയങ്ക, ദേ അഖില വന്നിട്ടുണ്ട്. അയ്യോ എന്റെ ദൈവമേ. അഖില എന്നെ തേടി ഇവിടേക്ക് വന്നിരിക്കുന്നു. എന്തിനാ? അയ്യോ പ്രിയങ്ക, ദേ എന്റെ കൈയും കാലും പറിച്ചിട്ട് വയ്യ. അയ്യോ ദേ അത് പ്രശ്നമാ, അവരിങ്ങോട്ട് തന്നെയാ വരുന്നേ. അയ്യോ എല്ലാം എന്റെ കൈ വിട്ടുപോയേ. കോളിംഗ് ബെല്ലടിക്കുക ഗംഗ. അയ്യോ എന്റെ അമ്മേ, ദേ പണി പാളി. ഞാൻ ഇനി എങ്ങോട്ട് പോകും പ്രിയങ്കേ? അയ്യോ ഞാൻ എവിടെ വിളിക്കും? ഇവിടെ? അയ്യോ വേണ്ട അമ്മേ. അയ്യോ. അയ്യോ എന്റെ ഫോണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വേണ്ടിവരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പ്രധാന കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെയാ ഇവളെയും കൂട്ടി വന്നത്. അത് വെളിയിൽ വെച്ച് വാതിലിന് അപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിക്കാനുള്ളതല്ല. അകത്തേക്ക് കയറി സംസാരിക്കാം. ഗംഗ, ആന്റി, നമ്മളിവിടെ വന്നത് ആരെ കാണാനാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യോ ഇവര് ചേച്ചി അനുജത്തി എന്ന കാര്യം അറിഞ്ഞു തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. തകർന്നു. നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം നിങ്ങൾ രണ്ടുപേരും മറന്നേക്കാം. എനിക്കത് മറക്കാനാവില്ല. ഗംഗ ഒരിക്കലും തൃച്ചംബരത്തെ മരുമകളാകില്ല എന്ന് വെല്ലുവിളിച്ചവളല്ലേ നീ? എങ്കി കേട്ടോ, ഗംഗയെ എന്റെ മൂത്ത മരുമകളായി അംഗീകരിച്ചതിന് ശേഷം എന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് നിന്നെ വിളിക്കാൻ എന്റെ മൂത്ത മരുമകളെയും കൂട്ടി വന്നതാണ് ഞാൻ. എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് ഇവൾ നിന്നെ ക്ഷണിക്കും. അതിനാ ഇപ്പൊ വന്നത്. എന്താ നീ സൂക്ഷിച്ചു നോക്കുന്നത്? എനിക്ക് ഈ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നത് നിനക്ക് സഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഞാനിതൊക്കെ വാങ്ങുന്നത് പണം കൊടുത്താണെന്ന് നീ ധരിക്കുന്നുണ്ടാവും. അല്ല, സമൂഹം എനിക്ക് തരുന്ന അംഗീകാരങ്ങളാണ്. ആർക്കും എന്തും ആഗ്രഹിക്കാനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നേടിയെടുക്കണമെന്നില്ല. ആഗ്രഹിക്കാതെ വന്നു ചേരുന്ന അംഗീകാരത്തിന് മധുരം കൂടും.
ഇപ്പം ഞാൻ ആസ്വദിക്കുന്നത് ആ മധുരം. എന്റെ മേൽ നേടാമെന്ന് നീ ആഗ്രഹിക്കുന്ന ആ വിജയം അസാധ്യമായ ഒന്നാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയാൽ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിലെ തീയതി വരെ നിനക്ക് ജീവിക്കാം. മറിച്ചാണെങ്കിൽ ആ അത് പോട്ടെ, വന്ന കാര്യം പറയാം. എനിക്ക് കിട്ടിയ പുരസ്കാരത്തിന്റെ സന്തോഷത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഗ്രാൻഡ് പാർട്ടി നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഗംഗേ, ആന്റി, തൃച്ചംബരത്തെ മൂത്ത മരുമകളായി നമ്മൾ നടത്തുന്ന പാർട്ടിക്ക് ഔദ്യോഗികമായി ഇവളെ ക്ഷണിക്കും. ഞാൻ ആനന്ദിനെ വിവാഹം കഴിക്കുന്നതിന് മുടക്കം വരുത്തിയവളാ നീ. അതിന്റെ കനലുകൾ എന്റെ മനസ്സിൽ കെട്ടടങ്ങിയിട്ടില്ല. അന്ന് മുതൽ നീ എന്റെ ആജന്മ ശത്രുവായി. എങ്കിലും ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ അഖിലാന്റിക്ക് വേണ്ടി തൽക്കാലം ഞാൻ ആ കഥ മറക്കുന്നു. ഞങ്ങൾ നടത്തുന്ന പാർട്ടിക്ക് നീ നിർബന്ധമായും വരണം. അവിടെ വരുന്ന ഓരോ പ്രമുഖരും എന്റെ ആന്റിയോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും നീ കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വേദിയിലേക്ക് നിന്നെ ഞാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നു. സൂപ്പർ ഗംഗേ, തൃച്ചംബരത്തിന്റെ അന്തസ്സിന് ഒട്ടും കോട്ടം വരാതെ നീ ഭംഗിയായി സംസാരിച്ചു. സോറി ആന്റി, ആന്റി ഇരുന്നപ്പോ ഞാൻ അല്പം കൂടുതൽ സംസാരിച്ചു, ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. നമ്മൾ വന്ന കാര്യം വിജയകരമായി പൂർത്തിയാക്കി. നമുക്ക് പോവാം. ആ. പോയോ? അയ്യോ പ്രിയങ്കേ, ദേ ശ്വാസം പിടിച്ച് നിന്നിട്ടേ എന്റെ ഹൃദയം പോലെ നിന്ന് പോയോന്ന് ഞാൻ പേടിച്ചു പോയി. എന്നാലും ഗംഗ ഇത്ര മനോഹരമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. പെർഫോമൻസ് അനുഭവിച്ചത് മുഴുവൻ ഞാനല്ലേ. അതിരിക്കട്ടെ, നീ പാർട്ടിക്ക് വരുവോ? അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ഞാൻ പാർട്ടിക്ക് വരും. അയ്യോ വേണ്ട വേണ്ട, നീ പാർട്ടിക്ക് വരണ്ട. ദേ നിന്നെ പാർട്ടിക്ക് വരുത്തി അപമാനിക്കാനാ അവരുടെ തന്ത്രം. ഇല്ല, ഞാൻ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് പങ്കെടുത്തിരിക്കും. അയ്യോ, പിന്നെ അപമാനിതയാകുന്നത് ഞാനാണോ അഖിലാണ്ടേശ്വരിയാണോ എന്ന് ആന്റി കണ്ടറിഞ്ഞു. അല്ല നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആ കല്യാണി, എന്തിനാ വലിയുഞ്ഞേ പതിവില്ലാതെ ചൂടുവെള്ളം ഫ്ലാസ്കിലൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കണം തോന്നി. ഓഹോ, എന്നാ ഞാൻ ഒഴിച്ചു തരാം.
ഏയ് നിക്ക് നിക്ക്. എങ്കിൽ അതിലേക്ക് ഒഴിക്കണ്ട, ഇതിലേക്ക് ഒഴിച്ചോ. ഇത് കൊള്ളാലോ. അയ്യോ, ഇത് ആരെങ്കിലും കണ്ടാലോ? കാണട്ടെ കല്യാണി. കാണട്ടെന്നോ? ആ കാണട്ടെ, കണ്ടാലെന്താ? അപ്പോ ഇപ്പൊ ആ ഫോട്ടോ എവിടെ പോയി? ഇപ്പൊ നിന്റെ ഭയമൊക്കെ തീർന്നല്ലോ. ഇനി ഇത് കണ്ടാ ആർക്കെങ്കിലും സംശയം തോന്നോ? നിന്റെ പ്രണയം എന്റെ മുന്നിൽ വസന്തം തീർക്കുന്നത് പോലെയായത്. വല്യുഞ്ഞി എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല കല്യാണി. ഈ ചൂടുള്ള ഇതിലേക്ക് ഒഴിക്കുമ്പോ എന്റെ നിന്റെ രൂപം തെളിയും. ചൂട് മാറുമ്പോ ഇതൊരു സാധാരണ പ്ലെയിൻ കപ്പായിട്ട് മാറും. ഇഷ്ടമായോ കല്യാണിക്കത്? ആ, ഒരുപാട് ഇഷ്ടായി. ഒരു തരത്തിൽ കല്യാണിയുടെ മനസ്സ് പോലെ കപ്പ് അല്ലേ? എന്താ കല്യാണി നീ പറയുന്നത്? സത്യ വല്യുഞ്ഞെ, എന്റെ വല്യുഞ്ഞിന്റെ മുമ്പിൽ എത്തുമ്പോ മാത്രം ഞാൻ വല്യുഞ്ഞിന്റെ ആരൊക്കെയോ ആണെന്നൊരു തോന്നലാവും. ഇതുപോലെയുള്ള ചിത്രങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും. അത് കഴിഞ്ഞാ ഒരു ചിത്രവും ഇല്ലാത്ത ഈ കപ്പ് പോലെയാവും കല്യാണി. തൃച്ചംബരത്തെ ആരും അല്ലാത്ത വെറും ഒരു അടുക്കളക്കാരി. എന്താ കല്യാണി ഇത്? ദേ, നിനക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പോട്ടെ വല്യുഞ്ഞെ, ഒത്തിരി ജോലിയുണ്ട്. നിങ്ങൾ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ആന്റിയുടെ മുഖം പ്രസന്നമാണ്. പക്ഷെ ഇവൾക്കിതെന്തു പറ്റി? ഒരുമാതിരി കാർമേഘം ഇരുണ്ടു മൂടിയതുപോലെ. അതെ, എനിക്കും തോന്നിയതാ ഈ സംശയം. ഇവക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്. എന്താ ഗംഗ, എന്തു പറ്റി? കാര്യം പറയാ. നിന്റെ സങ്കടത്തിന് പരിഹാരം കാണാനല്ലേ നീ എന്നെ തേടി വന്നത്? തുറന്നു പറയ. കാര്യം പറ ഗംഗേ, നിനക്ക് എന്താ പറ്റിയത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, അത് ഞങ്ങളോട് പറ. അത് ഒരാളെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കും.